ജനാധിപത്യത്തിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭ തന്നെയാണ്. ഇവിടെയാണ് നിയമം ഉണ്ടാക്കുന്നത്. ആ നിയമത്തിൻ്റെ വ്യാഖ്യാനം കോടതി നടത്തും. പക്ഷേ നിയമനിർമ്മാണത്തിന് രൂപം കൊടുക്കുന്നത് നമ്മളുടെ നിയമസഭ ലെജിസ്ലേച്ചറിൽ തന്നെയാണ്. ഇങ്ങനെ ജനങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ എങ്കിൽ നമ്മളുടെ ജനപ്രതിനിധി സഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം വേണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രശ്നം. അവകാശമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. ആ ജനങ്ങളുമായി കൂടുതൽ അടുക്കുവാനും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഈ ജനാധിപത്യ വേദി നമുക്കെങ്ങനെ വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളാണ്. ഡെമോക്രസി ഈസ് ദ പീപ്പിൾ, ഫോർ ദി പീപ്പിൾ, ബൈ ദ പീപ്പിൾ. അത് പൂർണ്ണമായി പ്രാവർത്തികമായാൽ ജനാധിപത്യം വിജയിച്ചു. നിയമ വ്യവസ്ഥയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും നിയമനിർമ്മാണത്തെക്കുറിച്ചും നമ്മുടെ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെയുള്ള ഈ യങ് പാർലമെൻറ്റ്, മോഡൽ അസംബ്ലി തുടങ്ങിയവ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നിയമനിർമ്മാണം എന്താണ്, നിയമസഭയുടെ പ്രവർത്തനം എന്താണ് എന്നുള്ളത് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചാണ്. നമ്മുടെ ഭരണഘടനയിലാണ് 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. അത് ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവാണ്. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഒരു ബാലൻസ് ഓഫ് പവർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല. പക്ഷെ പാർലമെൻറ്റിലോ നിയമസഭയിലോ പാസ്സാക്കുന്ന ഒരു നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോവാം. അപ്പോൾ ഇതൊരു നല്ല അനുഭവമാക്കി എടുത്ത് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഉള്ള ഒരു ഡോറാണ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളിൽ പലരും ഭാവിയിൽ നിയമസഭയിലും പാർലമെൻറ്റിലും ഒക്കെ വരട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്.